പക്ഷെ അവരൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നമ്മൾ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഷവർമ കൊടുക്കണം. നമ്മുടെ നാട്ടിലൊരു തലശ്ശേരി ഒരു ഷവർമ കിട്ടാറുണ്ട്, ഒരു ആറാറെന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര ടേസ്റ്റ് ആണ്, ആൾക്കാർ ഭയങ്കര ഫാൻ ഫോളോയിങ് ആണ്. അതുപോലത്തെ ഒരു ഷവർമ ഇവിടെ കൊണ്ടുവരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഒരു വെറൈറ്റി, നമ്മൾ കുറെ ട്രൈ ഒക്കെ ചെയ്തു. ഒരു ഷവർമ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ ഷവർമേന്റെ കമന്റ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങിയതിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഓരോരുത്തർ പിന്നെയും വന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് വേറെ ആൾക്കാരോട് പറഞ്ഞിട്ട് അവരെയും കൂട്ടി വന്ന്. അപ്പോൾ ഷവർമക്ക് അത്യാവശ്യം നമുക്ക് ഫാൻ ഫോളോയിങ് ആയി. തലശ്ശേരി സ്നാക്സ്, ചായ, സമോർ ചായ, അടിച്ചിട്ട ചായ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം ഇവിടുത്തെ ബാച്ചിലേഴ്സും ഫാമിലിയും ഒക്കെ വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ട് നമ്മളെ മാഷാഅല്ലാ മാറി ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഏരിയയിൽ ഗ്രിൽ ചിക്കൻ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്തിരുന്ന ഒരു ഫുഡ്. ഇവിടെ ഷവർമ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് വിജയിപ്പിച്ചെടുക്കാനോ ഒരുപാട് സ്ഥലങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അവർക്ക് എനിക്ക് തോന്നുന്ന ഞങ്ങൾ എയിം ചെയ്ത ഒരു എക്സ് ഫാക്ടർ നമുക്കിവിടെ എടുക്കാൻ പറ്റി, ഇത് അൽഹംദുലില്ലാ. അപ്പോൾ അതുകൊണ്ട് മാത്രം പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ആൾക്കാർ ഷവർമയാണെങ്കിലും ഗ്രിൽ ചിക്കൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതാണെങ്കിലും എല്ലാം നല്ല കമൻസ് വരുന്നുണ്ട്. അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പോകുന്നു. പിന്നെ നമുക്ക് നോർത്ത് ഇന്ത്യൻസിന് വേണ്ടി നമ്മൾ ചാറ്റ്സ്, പിന്നെ ചാറ്റ്സ് വിത്ത് കേരള ഫുഡ് ഫ്യൂഷന്, അങ്ങനെ ഫ്യൂഷൻസ് എല്ലാം ട്രൈ ഔട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ കുറച്ച് ഫ്യൂഷൻസും ഞാൻ നോക്കലുണ്ട്. ഒരു ദിവസം വെറൈറ്റി നോക്കും. അങ്ങനെ ഒരാൾക്ക് മടുപ്പ് വരാതെ ഡിഫറെന്റ് കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കൊടുക്കുന്ന ഇൻപുട്ട് അവർ വല്ലാതെ അക്സെപ്റ്റ് ചെയ്ത് അവർ അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസം വെയിറ്റിംഗ് ആണ്, ഇന്നത്തെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു. അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും നമുക്കൊരു പവറാണ്.